നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിയുക എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹം സ്ഥാനം ഒഴിയുന്നു, ഇനി അദ്ദേഹം ഈ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം അതിനകത്ത് സത്യമുണ്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം മറ്റുള്ളവർ മെനഞ്ഞെടുത്തതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനകത്ത് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനത്തെത്തി മോഹൻ ഭാഗവതിനെ കണ്ട് അദ്ദേഹത്തിന്റെ വിരമിക്കൽ തീരുമാനം അറിയിച്ചു എന്നുള്ള രീതിക്ക് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്താണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അത് സ്ഥിരീകരിച്ചിട്ടാണ് പറയുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുകയാണ്. മോദി RSS ആസ്ഥാനത്തിൽ 24 മണിക്കൂർ പിന്നിടുമ്പോൾ സഞ്ജയ് റാവുത്തിന്റെ വെളിപ്പെടുത്തലാണ് ഇത്. അപ്പോൾ ഇത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം അദ്ദേഹം ഒഴിയുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ചുമ്മാ എനിക്ക് ഒരു സംഭവം ഉണ്ടാവും അല്ലേ പെട്ടെന്ന്. അതായത് ഇത്രയും കാലത്തോളം പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയുടെ നിന്നത് പെട്ടെന്നൊരു അദ്ദേഹം സ്ഥാനം ഒഴിയുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് തക്കതായ കാരണമില്ലാതെ അദ്ദേഹം ഒരിക്കലും ഒഴിയാനുള്ള ഒരു ചാൻസ് ഇപ്പോഴത്തെ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ അടുത്ത നേതാവ് മഹാരാഷ്ട്രയിൽ നിന്നായിരിക്കുമെന്നും തനിക്ക് അറിയാമെന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു വ്യൂഹം മാത്രമായിരിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു സൂചനയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തകളിലേക്ക് ഇനി വരുന്ന 2029 തിരഞ്ഞെടുപ്പിന് മുമ്പ് വിരമിക്കുന്ന സൂചനയാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബറിലാണ് നരേന്ദ്രമോദി വിരമിക്കാൻ പദ്ധതിയിടുന്നതെന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേസമയം നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് സത്യം എന്താണ് മിഥ്യ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാഗ്ദാനം നമുക്കൊക്കെ അറിയാവുന്നതാണ്. പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം എന്ന് പറയുന്നത് വികസിത ഇന്ത്യ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഇന്ത്യയെ കുറിച്ച് അദ്ദേഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. അദ്ദേഹം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധമാണെങ്കിലും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. നമ്മൾ നിരന്തരം അദ്ദേഹത്തിന്റെ ഓരോ പദ്ധതികളും നോക്കി കാണുന്നതുമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മോദിയെ കുറിച്ചിട്ടാണ്, നരേന്ദ്രമോദിയെ കുറിച്ചിട്ടാണ് പല വിമർശനങ്ങളും ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന് തന്നെയാണ് ഇപ്പോൾ അത് വിമർശനമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുമോ അതോ അദ്ദേഹം പറഞ്ഞ നിലപാട് സത്യമാണോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രസ്താവന മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിപ്പോ മാധ്യമങ്ങളാണെങ്കിലും നമ്മളെല്ലാവരും പങ്കുവെക്കുന്നു, നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യം കൂടിയാണ്. അപ്പോൾ മോദി തങ്ങളുടെ നേതാവാണെന്നും അദ്ദേഹം തുടരുമെന്നും ഒരു വിഭാഗത്ത് അങ്ങനെയുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ അതല്ല, നമ്മുടെ സംസ്കാരത്തിൽ എന്താ പറയുന്നത്, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ വേറൊരാള് ആ ഒരു പാത പിന്തുടരില്ല എന്നുള്ളൊരു വിമർശനത്തോളം ആൾക്കാരുടെ നെഞ്ചിലേക്ക് കയറിയിട്ടുണ്ട് മോദി. ചിലവര് അതായത് മോദി ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരുപാട് രീതിയിൽ വർഗീയമായിട്ടും ഒക്കെ കുറ്റം പറയുന്ന സമയത്തും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ വളരാൻ വേണ്ടി അത്രയധികം ഒരു പ്രയത്നിക്കുന്ന ഒരാളായിട്ട് മോദിയെ നമുക്ക് കാണാൻ പറ്റും. പല രാജ്യങ്ങളുമായിട്ടുള്ളൊരു സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു കൂട്ടിയോജിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ശ്രമം മോദിയുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ അത് സഹായിച്ചിട്ടുമുണ്ട്. ഈ ഒരു വിമർശനത്തിൽ എന്താ പറയാ ഒരു പ്രതികരണമായിട്ടാണ് ഫഡ്നാവിസ് വന്നിരിക്കുന്നത്. അദ്ദേഹമാണ് പറയുന്നത്, ഞങ്ങൾക്ക് നമ്മളൊരു സംസ്കാരം അങ്ങനെയാണല്ലോ ഒരു BJP നേതൃത്വം എന്ന് പറയുമ്പോൾ ഒരു സംസ്കാരവും പാരമ്പര്യവും അതൊക്കെ മുൻനിർത്തിയിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് തന്നെ. അപ്പൊ അതിനകത്ത് അവർ പറയുന്നതാണ്, നമ്മുടെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന്റെ അല്ലെങ്കിൽ മുമ്പോട്ടുള്ളൊരു പോക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്കും വേറൊരു മകനാണെങ്കിലും തന്നെ വരാനുള്ള ഒരു വാക്ക് പറയുമ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അഭ്യൂഹമാണ്, അല്ലെങ്കിൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. മറ്റൊരു മുഗൾ പാരമ്പര്യം അവിടെ ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള രീതിക്കാണ്. ആ ചർച്ചയ്ക്ക് സമയമായിട്ടില്ല എന്നുള്ള രീതിയിലുമാണ് ഇങ്ങനെയുള്ള ഈ പരാമർശത്തെ അദ്ദേഹം പറയുന്നത്, എതിർത്ത് സംസാരിക്കുകയാണ്. ഈ ഒരു വിഷയം ഇങ്ങനെ സംഭവിക്കാനില്ല. മോദിയെ പല രീതിയിൽ കുറ്റം പറയുന്നവരുണ്ടാവും. ഇപ്പൊ കേരളത്തിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മോദിയെ പല രീതിയിലും വിമർശിക്കുന്നുണ്ട്. ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള മോദിയുടെ ഒരു വേർതിരിവാണെങ്കിലും മതത്തിന്റെ രീതിയിൽ പല വിദ്വേഷങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് ഒരു പാർട്ടി. മോദി എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി BJP ഒരു എന്താ പറയാ സംഘി അങ്ങനെയുള്ള ഒരു അദ്ദേഹത്തിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടുകളാണെങ്കിലും നമുക്കറിയാം ഒരു ഹിന്ദുത്വപരമായിട്ടുള്ള ഒരു തീരുമാനങ്ങളായിരിക്കും അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം ഹിന്ദു മതത്തിനോട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ക്ഷേത്രങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇപ്പോ സ്കൂളുകളിലാണെങ്കിലും തന്നെ ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും ആണെങ്കിലും പാഠ്യ പദ്ധതികളിലടക്കം പശുപഠനം പോലുള്ള കാര്യങ്ങൾ
അങ്ങനെയുള്ള ഹിന്ദുപരമായിട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു പാർട്ടി സ്വീകരിച്ചൊരു നയം തന്നെ അതായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നാൽ പോലും ഒരു മറുവശം എന്നുള്ള രീതിക്ക് പ്രധാനമന്ത്രിയെ ഒരു രീതിയിലും ഒരു വിമർശിക്കാത്ത രീതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ, അതായത് നല്ല രീതിയിൽ സൗഹൃദം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാളാണ് പ്രധാനമന്ത്രി നമ്മുടെ മോദി. അതേപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ നയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ പല നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ പ്രശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശശി തരൂരാണെങ്കിലും 2-3 പ്രാവശ്യം അല്ലെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നല്ലതായിരുന്നു. അദ്ദേഹം ഭാവി ഇന്ത്യയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്നുള്ള രീതിക്കാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ശശി തരൂരാണെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഈ യുഗത്തിൽ. അത്തരത്തില് നമ്മളിപ്പോ മോദിനെ കാണുന്ന സമയത്ത് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് വികസന രീതിയിൽ പ്രവർത്തിക്കാനും ഇന്ത്യയെ ഉയർച്ചയിലേക്ക് എത്തിക്കാനും മോദിക്ക് സഹായിക്കും, അല്ലെങ്കിൽ മോദിനെ കൊണ്ട് സാധിക്കും. അതാണ് നമുക്ക് പറയാം. നമ്മൾ ഒരു മുമ്പോട്ടുള്ള ഒരു പദ്ധതികളാണെങ്കിലും ഇനിയിപ്പോ നിലവിൽ വരാൻ പോകുന്ന ഒരുപാട് ബിസിനസ് പരമായിട്ടുള്ള ഇന്ത്യയിൽ ഇനി കൂടുതലായിട്ട് ബിസിനസ് കാര്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ ഇനി പുറത്തോട്ട് പോകാത്ത രീതിയിൽ എങ്ങനെ ഇന്ത്യയിൽ മാത്രം നിലനിൽക്കാം, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ബിസിനസ് ചെയ്തുകൂടാ. നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ബിസിനസ് സാധ്യതകൾ ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ കൂടുതലായിട്ട് ബിസിനസ് സാധ്യതകൾ കൂടുതലായിട്ട് നിലനിൽക്കുന്നത് അത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പൊ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മറ്റ് ഗതാഗത മാർഗങ്ങൾ, റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ അദ്ദേഹത്തിന് വ്യക്തമായ പ്ലാനുകളുണ്ട്. എങ്ങനെയാണ് ഒരു രാജ്യത്തെ സമീപിക്കേണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അമേരിക്കയുടെ കാര്യത്തിലാണെങ്കിലൊക്കെ തന്നെ അദ്ദേഹം സൗഹൃദം നമ്മളെല്ലാവർക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു സൗഹൃദം ഹാൻഡിൽ ചെയ്യാൻ, അങ്ങനെ ഒരു കണക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ മോദിക്ക് വളരെ നന്നായിട്ട് സാധിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും ഒരു ഇന്ത്യയുടെ ഒരു സൗഹൃദം എങ്ങനെയാണ്, ഇന്ത്യയുടെ ഒരു രീതി സംസ്കാരം എങ്ങനെയാണെന്നുള്ളത് മറ്റു പല രാജ്യങ്ങളും സന്ദർശിക്കുന്ന സമയത്ത് മറ്റു പല രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരാണെങ്കിലും അവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും നമുക്ക് ഇന്ത്യയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാവും, പ്രകടമാവും. ഇന്ത്യയുടെ സംസ്കാരമാണ് മോദി മറ്റു രാജ്യങ്ങളിൽ പോകുമ്പം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും ഇന്ത്യയിലുള്ള ഒരു സംസ്കാരത്തെ മോദി ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പല രീതിയിലും ജനങ്ങൾക്ക് അതൊരു നല്ല രീതി തോന്നാം. വിമർശനങ്ങളില്ലാത്ത ഒരു ഭാഷയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടാവാം ജനങ്ങളിൽ. അത് വെച്ചാൽ BJPയുടെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഒരു BJP എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ കേരളം മാത്രമാണ് മുമ്പോട്ട് പോകാത്തത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളാണെങ്കിലും തന്നെ BJPയിലേക്കാണ് കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നതും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പല മുസ്ലിം പരമായിട്ടുള്ള പരാമർശങ്ങളെല്ലാം തന്നെ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്നും അപ്പാടെ മാറ്റും എന്നുള്ള രീതിക്കുള്ള അദ്ദേഹത്തിന്റെ സംസാരമാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തികളാണെങ്കിലും അത് നമുക്ക് കാണുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ മോദി എന്നുള്ളൊരു നേതാവ് അല്ലെങ്കിൽ മോദി എന്നുള്ളൊരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമുക്ക് അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന്റെ വികസനപരമായി ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ഒരു രീതി വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു എന്നുള്ള ഇതൊക്കെ ആ ഒരു വിമർശനം അല്ലെങ്കിൽ ആ ഒരു കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിനെതിരെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇനി 2029 മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും, അത് നമ്മൾ കാണുക തന്നെ ചെയ്യും എന്നുള്ളൊരു ഉറപ്പോട് കൂടിയാണ് ഫഡ്നാവിസ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഇനി അങ്ങോട്ട് മോദി തന്നെ ഭരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അതിനകത്തൊരു തീരുമാനം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ്. നേതാവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അതും ശ്രദ്ധേയമാണ്. മോദി എന്ന് പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പല രീതിയിലും നല്ല രീതിയിലും കണക്ഷൻസ് സ്ഥാപിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഒരു രീതിയിലും ഒരാളെയും വിമർശിക്കാത്ത ആളാണ് അക്കാര്യത്തിൽ, അല്ലെ? ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ ഹിന്ദുത്വ വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെയോ മോദി ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ ബാക്കിയുള്ള ഒരു വികസനം എന്നുള്ള ഒരു ലക്ഷ്യം നോക്കുമ്പോൾ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ മോദി ഇതുവരെ ശ്രമിച്ചിട്ടില്ല.
അപ്പൊ ഒരിക്കലും ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരുന്ന മോദി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നു എന്നുള്ള വാർത്തകള് തികച്ചും എന്താ പറയാ അർത്ഥമില്ലാത്ത രീതിയിലാക്കിയിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം ഒരിക്കലും അത് ആ സ്ഥാനം ഒഴിയുന്നില്ല. അദ്ദേഹം തന്നെയായിരിക്കും ഇനി 2029 ആണെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തന്നെ നിൽക്കും. അദ്ദേഹം മാത്രമായിരിക്കും, അദ്ദേഹത്തിന് മുകളിലേക്ക് ഇനി വേറൊരാൾ വരാനില്ല എന്നുള്ള രീതിയിലാണ് അവര് അത്രയും ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ആ ഒരു വാക്കുകളാണെങ്കിലും പറഞ്ഞിരിക്കുന്നത്. അതും ആ ഒരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയാൻ അദ്ദേഹം ഉപയോഗിച്ച ആ ഒരു ശൈലി ഉണ്ടല്ലോ, അച്ഛന് നിൽക്കുമ്പോൾ എങ്ങനെ മറ്റൊരാളെ അവിടെ കൊണ്ടുവരും എന്നുള്ളൊരു ആ ഒരു വാക്ക് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനകത്ത് നിന്ന് എത്രമാത്രം പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഇനി 2029 അത് നരേന്ദ്രമോദി ആയിരിക്കുമോ വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.